ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ രാമപത്താമൻ രാജാവിന്റെ പുറത്താക്കപ്പെട്ട മക്കളിൽ ഒരാളായ വജരേസോൺ വിചാരവോങ്സെ ബുദ്ധ സന്യാസിയായി ദീക്ഷ സ്വീകരിച്ചതാണ് പുതിയ വാർത്തകൾക്ക് കാരണം. ഏറ്റവും പവിത്രമായ വെസക് ദിനത്തിൽ ബാങ്കോക്കിൽ വെച്ചായിരുന്നു ചടങ്ങുകൾ. 1996 നാടുകടത്തപ്പെട്ട അദ്ദേഹം 2023 തായ്ലാന്റിൽ തിരിച്ചെത്തിയിരുന്നു. ഈ സന്യാസ സ്വീകരണം ഒരു രാജകീയ തിരിച്ചുവരവിന്റെ സൂചനയാണോ? ആരാകും 70 പിന്നിട്ട രാജാവിന്റെ പിൻഗാമി? താൻ ഔൻ എന്ന് പൊതുവെ അറിയപ്പെടുന്ന വജരേസോൺ വിചാരവോങ്സെ തായ്ലാന്റിലെ മഹാ വജിറലോംഗൺ രാജാവിന്റെ രണ്ടാമത്തെ മകനാണ്. രാമപത്താമന്റെ മുൻ ഭാര്യയും നടിയുമായിരുന്ന സുചരിനി വിവാചാരവോങ്സെയാണ് അദ്ദേഹത്തിന്റെ അമ്മ. 1981 ജനിച്ച വജരേസോൺ സുചരിനിയുടെ 5 മക്കളിൽ രണ്ടാമനാണ്. 1996 അമ്മയ്ക്കും 3 സഹോദരന്മാർക്കുമൊപ്പം രാജകുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം അമേരിക്കയിലാണ് അദ്ദേഹം വളർന്നത്. വിദേശത്ത് സാധാരണക്കാരനായി ജീവിച്ചെങ്കിലും തായ് സമൂഹവുമായി അദ്ദേഹം ബന്ധം പുലർത്തിയിരുന്നു. 2023 അപ്രതീക്ഷിതമായി തായ്ലാന്റിൽ തിരിച്ചെത്തിയതിനു ശേഷം പൊതുചടങ്ങുകളിൽ അദ്ദേഹം സജീവമായി പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ സന്യാസ സ്വീകരണം ഒരു രാജകീയ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണോ എന്ന അഭ്യൂഹങ്ങൾക്ക് ശക്തി പകർന്നിരിക്കുകയാണ്. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് പിതാവിന്റെ പ്രീതി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് വജരേസോണിന്റെ ബാങ്കോക്കിലേക്കുള്ള മടക്കം. രാജവാഴ്ച നിലനിൽക്കുന്ന രാജ്യമാണ് തായ്ലൻഡ്. രാജാവാണ് രാഷ്ട്രത്തലവൻ, പക്ഷേ പ്രധാനമന്ത്രിയാണ് ഭരണതലവൻ. തായ്ലാന്റിലെ രാജാവ് രാഷ്ട്രത്തലവന് പുറമെ ചക്രി രാജവംശത്തിന്റെ തലവനുമാണ്. റോയൽ തായ് സായുധ സേനയുടെ പരമോന്നത കമാൻഡറും അദ്ദേഹമാണ്. 1932 സൈന്യത്തിന്റെ നേതൃത്വത്തിൽ നടന്ന രക്തരഹിത അട്ടിമറിയിലൂടെ തായ്ലാന്റിലെ രാജാവായ രാമ ഏഴാമന്റെ സമ്പൂർണ്ണ അധികാരങ്ങൾ നീക്കം ചെയ്തെങ്കിലും രാജാവിന് ഇപ്പോഴും വലിയ സ്വാധീനമാണുള്ളത്. രാജ്യത്ത് എല്ലായിടത്തും രാജാവിന്റെ പ്രാധാന്യം പ്രകടമാണ്. രാജാവിന് പരമ്പരാഗതമായി ദൈവതുല്യമായ ഒരു പദവി തായ് ജനങ്ങൾക്കിടയിലുണ്ട്. തായ് പതാകയുടെ നീല വരയാണ് രാജവാഴ്ചയെ പ്രതിനിധീകരിക്കുന്നത്. ചുവപ്പ് രാഷ്ട്രത്തെയും വെള്ള മതത്തെയും സൂചിപ്പിക്കുന്നു. 13ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്ഥാപിതമായ സുഖോത്തായ് ആണ് പൊതുവിൽ ആദ്യത്തെ സ്വതന്ത്ര തായ് രാജ്യമായി കണക്കാക്കുന്നത്. നിലവിൽ അധികാരം കൈയാളുന്ന ചക്രി രാജവംശം 1782 സ്ഥാപിതമാകുന്നത്. ബുദ്ധയോത്ഫ ചൂലലോക്കെ അഥവാ രാമ ഒന്നാമനാണ് ഈ രാജവംശത്തിന്റെ സ്ഥാപകൻ. ഈ കുടുംബത്തിന്റെ തലവനാണ് അതാത് കാലങ്ങളിൽ രാജാവാകുന്നത്. മഹാവിഷ്ണുവിന്റെ ഭൂമിയിലെ പ്രതിപുരുഷനായാണ് ചക്രി രാജാക്കന്മാരെ കരുതുന്നത്. ലോകത്തിലെ ഏറ്റവും ധനിക രാജാവ് ഇപ്പോൾ 72 വയസ്സുള്ള മഹാ വജിറലോംഗോൺ രാജാവ്. പിതാവ് ഭൂമിബോൽ അതുല്യ തേജ് രാജാവിന്റെ 70 വർഷത്തിലേറെ നീണ്ട ഭരണത്തിനു ശേഷം 2016 തായ് സിംഹാസനത്തിലെത്തിയത്. ആരാണ് രാമപത്താമൻ രാജാവ്? ലോകത്തിലെ ഏറ്റവും ധനിക രാജാവ് ഇപ്പോൾ 72 വയസ്സുള്ള മഹാ വജിറലോംഗോൺ രാജാവ്. പിതാവ് ഭൂമിബോൽ അതുല്യ തേജ് രാജാവിന്റെ 70 വർഷത്തിലേറെ നീണ്ട ഭരണത്തിനു ശേഷം 2016 തായ് സിംഹാസനത്തിലെത്തിയത്. രാമപത്താമൻ എന്ന് ഔദ്യോഗികമായി അറിയപ്പെടുന്ന അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം സംഭവ ബഹുലവും ഭരണം പലപ്പോഴും വിവാദപരവുമായിരുന്നു. കൂടുതലും ജർമ്മനിയിൽ നിന്നാണ് അദ്ദേഹം ഭരണം നടത്തിയിരുന്നത്. ലോകത്തിലെ ഏറ്റവും ധനികനായ രാജാവാണ് ഇദ്ദേഹം. ഏകദേശം 3.7 ലക്ഷം കോടി രൂപ ബില്യൺ US ആസ്തിയുള്ളതായി കണക്കാക്കുന്നു. പാരമ്പര്യ സ്വത്തുക്കൾക്ക് പുറമെ വിപുലമായ നിക്ഷേപങ്ങളിൽ നിന്നുമുള്ളതാണ് വരുമാനം. ഭൂമിബോൽ അതുല്യ തേജ് രാജാവിന്റെയും സിരിക്കിറ്റ് രാജ്ഞിയുടെയും രണ്ടാമത്തെ കുട്ടിയായി 1952 ജൂലൈ 28 മഹാ വജിറലോംഗോൺ ജനിക്കുന്നത്. ബാങ്കോക്കിലും പിന്നീട് UK, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും വിദ്യാഭ്യാസം നേടിയ അദ്ദേഹം
കാൻബറിലെ റോയൽ മിലിറ്ററി കോളേജിൽ പരിശീലനം നേടി. തായ്ലാന്റ്, UK, US, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ വിപുലമായ സൈനിക പരിശീലനം നടത്തിയിട്ടുണ്ട്. 1972 പിതാവ് അദ്ദേഹത്തിന് കിരീടാവകാശി എന്ന പദവി ഔപചാരികമായി നൽകി. രാമപത്താമൻ 4 തവണ വിവാഹിതനായി. കസിനായ സോംസവാലി രാജകുമാരിയെ 1977 വിവാഹം കഴിച്ചു. 1978 ബജ്ര കിതിയഭ രാജകുമാരി ജനിച്ചു. പിന്നീട് യുവതിത എന്ന നടിയുമായി പ്രണയത്തിലായി. 1970കളുടെ അവസാനത്തിൽ അവർ ഒരുമിച്ച് താമസം ആരംഭിച്ചു. 1987 4 ആൺമക്കളും ഒരു മകളും ജനിച്ചു. സോംസവാലിയുമായി 1993 വിവാഹമോചനം നേടിയ ശേഷമാണ് യുവതിതയെ വിവാഹം കഴിച്ചത്. വിവാഹശേഷം അവർ സുജരിനി വിവാചാര വോങ്സെ എന്ന് പേര് മാറ്റി. റോയൽ തായ് ആർമിയിൽ മേജറായി. എന്നാൽ 1996 സുജരിനിയെ വ്യഭിചാരം ആരോപിച്ച് രാജാവ് തള്ളി പറയുകയും അവരുടെ 5 കുട്ടികളുടെയും രാജകീയ പദവികൾ എടുത്തു കളയുകയും ചെയ്തു. സുജരിനിയും കുട്ടികളും ഇംഗ്ലണ്ടിലേക്ക് പലായനം ചെയ്തു. മകൾ സരിവണ്ണാവരിക്ക് മാത്രം പിന്നീട് തായ്ലാന്റിലേക്ക് മടങ്ങാൻ അനുവാദം ലഭിക്കുകയും 2005 രാജകുമാരി പദവി പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ആൺമക്കൾ അമേരിക്കയിലേക്ക് താമസം മാറ്റി. 2001 സാധാരണക്കാരിയായ ശ്രീരശ്മി സുവാദിയെ വിവാഹം കഴിച്ചു. 2005 അവർക്ക് ദീപാങ്കോൺ എന്ന മകൻ ജനിച്ചു. ശ്രീരശ്മിക്ക് രാജ്ഞി പദവിയും മകന് രാജകുമാരൻ പദവിയും ലഭിച്ചു. എന്നാൽ 2014 ശ്രീരശ്മിയുടെ ബന്ധുക്കൾക്കെതിരായ അഴിമതി ആരോപണങ്ങളെ തുടർന്ന് അവർ രാജകീയ പദവികൾ ഉപേക്ഷിച്ച് വിവാഹമോചനം നേടി. 2019 മെയ്യിൽ കിരീടധാരണത്തിന് ദിവസങ്ങൾക്ക് മുൻപ് മുൻ ഫ്ലൈറ്റ് അറ്റൻഡറായ സുദിതയെ വിവാഹം കഴിച്ചു. അവരാണ് ഇപ്പോഴത്തെ രാജ്ഞി. ഇവർക്ക് കുട്ടികളില്ല. കൂടാതെ അദ്ദേഹത്തിന് സീനിനാഥ് വോംവജിര ഭക്തി എന്നൊരു രാജകീയ വെപ്പാട്ടിയുമുണ്ട്. അവരുടെ പദവി ഒരിക്കൽ എടുത്തു കളഞ്ഞെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചു. തായ്ലാന്റിലെ സിംഹാസനത്തിന്റെ അടുത്ത അവകാശിയെ സംബന്ധിച്ച് കടുത്ത അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. രാമപത്താമൻ ഔദ്യോഗികമായി ഇതുവരെ ഒരു അവകാശിയെ പ്രഖ്യാപിച്ചിട്ടില്ല. 1924 കൊട്ടാര പിന്തുടർച്ചാവകാശ നിയമപ്രകാരം സിംഹാസനം രാജാവിന്റെ മൂത്ത മകനിലേക്കും മകനില്ലെങ്കിൽ മൂത്ത ചെറുമകനിലേക്കുമാണ് പോകേണ്ടത്. അനുയോജ്യനായ പുരുഷ പിൻഗാമി ഇല്ലെങ്കിൽ സിംഹാസനം ഒരു മകൾക്കോ ചെറുമകൾക്കോ കൈമാറാവുന്നതാണ്. ഇതിനു പുറമെ ചക്രി രാജവംശത്തിൽ നിന്നുള്ള അനുയോജ്യനായ ഏതൊരു പുരുഷ പിൻഗാമിയെയും തന്റെ പിൻഗാമിയായി നിയമിക്കാൻ രാജാവിന് അധികാരമുണ്ട്. 1974 ഭരണഘടനാ ഭേദഗതി പ്രകാരം പുരുഷ അവകാശികളുടെ അഭാവത്തിൽ ഒരു മകൾക്ക് പിന്തുടർച്ചാവകാശം അംഗീകരിക്കാം. എന്നാൽ രാമപത്താമൻ രാജാവിന്റെ ഔദ്യോഗികമായി അംഗീകരിക്കപ്പെട്ട ഏക മകനായ ദിബാങ്കോൺ രാജകുമാരന് ഭരണം നടത്താനുള്ള കഴിവിനെ ബാധിച്ചേക്കാവുന്ന ഒരു പ്രത്യേക ആരോഗ്യസ്ഥിതിയുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. അതേസമയം വജരേസോൺ ഉൾപ്പെടെയുള്ള രാമപത്താമന്റെ മറ്റ് മിക്ക ആൺമക്കളുടെയും രാജകീയ പദവികൾ 1996 എടുത്തു കളഞ്ഞിരുന്നു. ആദ്യ വിവാഹത്തിലെ അദ്ദേഹത്തിന്റെ മൂത്ത മകളായ ബജ്ര കിതിയബ രാജകുമാരിയെ ഒരു കാലത്ത് കിരീടാവകാശിയായി കണ്ടിരുന്നു. എന്നാൽ 2022 ഡിസംബറിൽ ഹൃദയാഘാതം വന്ന് കോമയിലായതിനാൽ അവരുടെ നിലവിലെ സ്ഥിതി അനിശ്ചിതത്വത്തിലാണ്. രാജാവിന്റെ മറ്റൊരു മകളായ സരിവണ്ണാവരി രാജകുമാരി തായ്ലാന്റിൽ താമസിക്കുന്നു. അവർക്ക് രാജകീയ പദവിയുണ്ടെങ്കിലും നിലവിൽ ഔദ്യോഗിക പിന്തുടർച്ചാ നിരയിലല്ല. പുറത്താക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് വജരേസോൺ വാർത്തകളിൽ നിറയുന്നു? ഏകദേശം 3 പതിറ്റാണ്ട് മുൻപ് വജരേസോണിനെ ഔദ്യോഗികമായി രാജകുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടുവെങ്കിലും അദ്ദേഹത്തിന്റെ സമീപകാല പ്രവർത്തനങ്ങൾ ഒരു നിശബ്ദമായ തിരിച്ചുവരവിനെ സൂചിപ്പിക്കുന്നു. തായ്ലൻഡിൽ രാജകുടുംബത്തിലെ പുരുഷന്മാർ പൊതുവെ ചുമതലകൾ ഏറ്റെടുക്കുന്നതിന് മുൻപ് ഒരു സന്യാസാശ്രമത്തിൽ കുറച്ചുകാലം ചെലവഴിക്കുന്നത് പതിവാണ്. അദ്ദേഹത്തിന്റെ സന്യാസ സ്വീകരണം കിരീടാവകാശത്തിനായി മാറുന്നതിന്റെ സൂചനയായി പല നിരീക്ഷകരും കാണുന്നു. സോഷ്യൽ മീഡിയയിൽ പിതാവിനെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ പരസ്യമായ പ്രശംസയും പ്രധാനപ്പെട്ട സാംസ്കാരികവും മതപരവുമായ നിമിഷങ്ങളിലെ അദ്ദേഹത്തിന്റെ ശ്രദ്ധേയമായ തിരിച്ചുവരവും അദ്ദേഹം രാജകുടുംബത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുകയാണെന്നും ഒരുപക്ഷെ സിംഹാസനത്തിനായുള്ള ഒരു മത്സരാർത്ഥിയായി പോലും സൂചിപ്പിക്കുന്നു. വജരേസോൺ വിചാര വോങ്സയുടെ സന്യാസ സ്വീകരണത്തോടെ തായ്ലാന്റ് രാജകുടുംബത്തിലെ പിന്തുടർച്ചാവകാശത്തെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് വീണ്ടും ചൂട് പിടിച്ചിരിക്കുകയാണ്.
ലോകത്തിലെ ഏറ്റവും ധനികനായ രാജാവിന്റെ പുറത്താക്കപ്പെട്ട മകൻ സിംഹാസനത്തിലേക്ക് എത്തുമോ? ഭാവിയിൽ ആരായിരിക്കും തായ്ലാന്റിന്റെ അടുത്ത രാജാവെന്ന ചോദ്യം ഇപ്പോൾ കൂടുതൽ സങ്കീർണമായിരിക്കുന്നു. ഈ നീക്കങ്ങൾ ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനയാണോ, അതോ നിലവിലെ രാഷ്ട്രീയ നാടകങ്ങളിലെ മറ്റൊരു അധ്യായം മാത്രമാണോ എന്ന് കാലം തെളിയിക്കും.